കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണകുമാറിന്റെയും 4 മക്കളിൽ എല്ലാവരുടെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ടെങ്കിലും പ്രേക്ഷകർ പ്രത്യേകമായി ഇപ്പോൾ എടുത്തു നോക്കുന്നത് രണ്ടാമത്തെ കുട്ടിയായ ദിയ കൃഷ്ണയുടെ വിശേഷങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ദിയയുടെ വിവാഹം കഴിഞ്ഞ് അടുത്ത് ദിയ ഗർഭിണിയാകുന്ന ചടങ്ങിലേക്കാണ് നീങ്ങുന്നത്. എത്രയോ ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു ഗർഭകാല പൂജയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലാണ് ഈ വാർത്ത വൈറലാകുന്നതും. അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ദിയയുടെ മൈലാഞ്ചിയിൽ 2 മയിലുകളുടെ ഒരു ചിത്രം. സാധാരണ 1 മയിലാണ് മെഹന്തിക്കൊക്കെ തന്നെയും ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത് 2 മയിലുകളുണ്ട്. അതുകൊണ്ട് ദിയയ്ക്ക് ഇരട്ടക്കുട്ടികളാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. എന്നാൽ അത് ഡിസൈനിൻ്റെ ഭാഗമാണ് എന്നും മറ്റൊന്നും അതിൽ കാണുന്നില്ല എന്നാണ് മറ്റു പ്രേക്ഷകരൊക്കെ അഭിപ്രായം പറയുന്നത്. ദിയയുടെ മൈലാഞ്ചി കണ്ടവരാണ് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത്. മൈലാഞ്ചിയിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യമെന്നാണ് ഇതിൽ പറയുന്നത്. പ്രേക്ഷകരെല്ലാവരും ഇത് കണ്ടപ്പോൾ തന്നെ ആദ്യം ആശ്ചര്യപ്പെട്ടു. എന്നാൽ പിന്നീട് അതൊരു ഡിസൈൻ മാത്രമായിട്ടാണ് തോന്നിയതെന്ന് പറയുന്നു. ആദ്യം പറഞ്ഞപ്പോൾ ശരിയാണ് എന്ന് തോന്നുന്നുണ്ട്. പലരും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് എത്തുന്നു. അങ്ങനെയാണ് പലരും ഇതിൽ സംശയം പ്രകടിപ്പിച്ചത്. ആദ്യമൊക്കെ ചിലരൊക്കെ പറയുമ്പോൾ സംശയം തോന്നുന്നുവെങ്കിലും പിന്നീട് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഡിസൈനായിട്ട് മാത്രമേ തോന്നുന്നുള്ളൂ എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. പ്രേക്ഷകരുടെ അഭിപ്രായം അനുസരിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം വൈറലായി മാറുന്നതും. ആരാധകർക്കത് വലിയ ഇഷ്ടവുമാണ്. ആരാധകരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റെടുക്കാനും സാധിക്കുന്നു. ആരാധകരുടെ വാർത്തകൾ പ്രത്യേകമായി ഏറ്റെടുക്കാൻ കഴിയുന്നുവെന്നും ആരാധകർ തന്നെ പറയുന്നുണ്ട്. കാരണം ദിയ കൃഷ്ണ അത്രമേൽ ആരാധകരുള്ളൊരു വ്യക്തിയാണ്. സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും സിനിമയോളം തന്നെ ആരാധകരെ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ദിയ കൃഷ്ണ. ദിയയുടെ ആഗ്രഹവും സിനിമയിൽ അഭിനയിക്കണമെന്നൊന്നുമല്ല, തൻ്റെ ബിസിനസ് വളർത്തിക്കൊണ്ടു പോകണം എന്ന് തന്നെയാണ്. നന്നായി ബിസിനസ് മേഖലയിൽ ഇപ്പോഴത്തെ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി കൂടിയാണ് ദിയ എന്ന് പറഞ്ഞേ മതിയാകൂ. തൻ്റെ മേഖല നന്നായി കൊണ്ടുപോകാൻ അറിയുന്ന ഒരു പുത്രി തന്നെയാണ് തനിക്ക് ലഭിച്ചതെന്ന് കൃഷ്ണകുമാറും ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 മക്കളിൽ കൃഷ്ണകുമാറിൻ്റെ സ്വഭാവവും കൃഷ്ണകുമാറിനെ പോലെ സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ കൃഷ്ണകുമാറിനോടാണ് ഭൂരിഭാഗം സമയവും ദിയ കൃഷ്ണയോട് ചോദിക്കാറുള്ളത്. ഇപ്പോഴിതാ 5ാം മാസം ഗർഭകാല പൂജയാണ് നടത്തുന്നത്. അശ്വിൻ്റെ വീട്ടുകാരുടെ രീതിയിലാണ് പൂജകളൊക്കെ തന്നെ നടക്കുന്നത്. സാധാരണ ഇവിടത്തെക്കാരുടെ രീതിയാണെങ്കിൽ 7ാം മാസമാണ് ഇത്തരത്തിൽ ചടങ്ങുകളൊക്കെ നടക്കുക. എന്നാൽ അശ്വിൻ്റെ വീട്ടുകാരാണ് ഇത്തരത്തിൽ 5ാം മാസത്തിൽ കുറേയധികം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പൂജ നടത്തുന്നതെന്ന് പറയുന്നു. അതെല്ലാം ദിയയ്ക്ക് ഇഷ്ടമാണ്. അവരുടെ ചടങ്ങുകളിലൊക്കെ മുന്നോട്ട് പോകാനും ദിയയ്ക്ക് ഇഷ്ടമാണ്. അത് ദിയ നന്നായി മുന്നോട്ട് കൊണ്ട് പോകുന്നുമുണ്ട്. അശ്വിൻ്റെ വീട്ടുകാരെയും അശ്വിൻ്റെ ചടങ്ങുകളെയും ഒക്കെ ബഹുമാനിക്കുന്നുണ്ട്. വിവാഹത്തിന് പോലും അത്തരമൊരു രീതിയിൽ തന്നെയായിരുന്നു നടത്തിയിരുന്നതും. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നു. ആരാധകർക്ക് അത് വലിയ ഇഷ്ടവുമാണ് എന്ന് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുക ചെയ്യുന്നുണ്ടെന്ന് പറയാം. ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ദിയയുടെ വാർത്തകൾ കേൾക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദിയയുടെ വാർത്തകൾക്ക് പ്രേക്ഷകർ കാതോർത്തിരിക്കുന്നത്. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ പൂജാ ദൃശ്യങ്ങളൊക്കെ തന്നെയും വൈറലാകാൻ തുടങ്ങി. അതോടെയാണ് പ്രേക്ഷകർ ഇപ്പോൾ മൈലാഞ്ചിയും ശ്രദ്ധിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.